സ്വന്തം പ്രസ്ഥാനത്തിനു വേണ്ടി ജയിൽവാസം വരെ അനുഭവിക്കേണ്ടി വന്നയാളാണ് ശ്രീശൻ അടിയാട്ട് എന്ന് വിശ്വ ഹിന്ദു പരിഷത്ത് അഖിലേന്ത്യാ മുൻ വൈസ് പ്രസിഡന്റ് പുത്തേഴത്ത് രാമചന്ദ്രൻ മാസ്റ്റർ പറഞ്ഞു. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തൃശൂരിൽ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന ശ്രീശൻ അടിയാട്ടിന്റെ തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ശ്രീശനെ പറ്റിയിട്ട് പറയുകയുണ്ടായി. എനിക്ക് വാസ്തവത്തിൽ അദ്ദേഹത്തോട് ഏറ്റവും വലിയ ഒരു സിമ്പതി, ഒരു കുറ്റവും ചെയ്യാണ്ട് 4-5 വർഷം ജയിലിൽ കിടക്കേണ്ടി വന്നതാണ്. ആളുകൾ തെറ്റിദ്ധരിച്ച് പോലീസിൻ്റെ ഫോൾസ് റിപ്പോർട്ടൊക്കെ വെച്ചിട്ട് അദ്ദേഹം കുറേ കാലം ജയിലിൽ കിടന്നു. അതാലോചിക്കുമ്പോൾ എനിക്ക് വലിയ നിരപരാധികൾക്കും ഇങ്ങനെ ശിക്ഷ അനുഭവിക്കേണ്ടി വരുമല്ലോ എന്ന്. കുറ്റം ചെയ്തവന് അവൻ ശിക്ഷ അനുഭവിക്കണം. ഒന്നും അറിഞ്ഞുകൂടാത്ത ഒരാളെ പിടിച്ച് ജയിലിലിടാന്ന് വെച്ചാൽ അങ്ങനെ, അതും എന്തുകൊണ്ട് ജയിലിൽ കിടക്കേണ്ടി വന്നു? BJPയുമായിട്ടുള്ള ബന്ധം കൊണ്ട്. BJPയും സംഘപരിവാറുമായിട്ടുള്ള ബന്ധം ഉള്ളത് എന്തുകൊണ്ട് മാത്രം കിടന്ന ഒരാളാണ്. അതിനെപ്പറ്റി സ്വാമിജി സൂചിപ്പിക്കുകയുണ്ടായി. അതുപോലെ തന്നെ നിരന്തരം BJPക്ക് വേണ്ടിയിട്ടും കഠിന അധ്വാനം ചെയ്തിട്ടുള്ള വ്യക്തിയാണ് അദ്ദേഹത്തിൻ്റെ പ്രസൻസ് ഉണ്ട്. അദ്ദേഹം വന്നു കഴിഞ്ഞാൽ തന്നെ അദ്ദേഹത്തിൻ്റെ സാന്നിധ്യം അവിടെ ഉറപ്പിക്കും അദ്ദേഹം. എന്നിട്ട് അദ്ദേഹം പ്രധാനപ്പെട്ട ഏതൊരു വ്യക്തിയുടെ മുമ്പിലും പോയാലും ആ സാന്നിധ്യം അവിടെ ഉണ്ടാവും. അതിൻ്റെ പേരിൽ അദ്ദേഹത്തിന് ആർക്കും ഒഴിവാക്കാൻ പറ്റില്ല. എന്ത് കുറ്റം ചെയ്തതുകൊണ്ടാണ് ശ്രീശൻ അടിയാട്ടിനെ പോലെ ജനസമ്മതനായ ഒരു പ്രവർത്തകനെ പാർട്ടിയിൽ നിന്നും അകറ്റി നിർത്തിയിരിക്കുന്നതെന്ന് മനസ്സിലാകുന്നില്ലെന്നും അദ്ദേഹം പറഞ്ഞു. തൃശൂരിൽ BJPയെ കെട്ടിപ്പടുക്കുന്നതിൽ വലിയ പങ്കുവഹിച്ച ആളാണ് ശ്രീശൻ അടിയാട്ടെന്ന് ചടങ്ങിൽ അധ്യക്ഷത വഹിച്ച ശിവാശ്രമം മഠാധിപതി ആദിത്യ സ്വരൂപാനന്ദപുരി അഭിപ്രായപ്പെട്ടു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി നല്ല ബന്ധം വെച്ചു പുലർത്തുന്നയാളാണ് ശ്രീശൻ അടിയാട്ട്. ശ്രീശൻ അടിയാട്ടിന്റെ പ്രശ്നം നരേന്ദ്രമോദിയുടെ ശ്രദ്ധയിൽപ്പെടുത്തണമെന്നും അദ്ദേഹം പറഞ്ഞു. എല്ലാം ധർമ്മത്തിന്റെ സംസ്ഥാപനത്തിനായിക്കൊണ്ടാണ്. അതുപോലെ ഈ ശ്രീശൻജി ഈ ഇലക്ഷനിൽ മത്സരിക്കുന്നതും ധർമ്മ സംസ്ഥാപനത്തിനായിക്കൊണ്ടാണ്. എന്താണ് ഈ ഇലക്ഷൻ്റെ പ്രത്യേകത? നമുക്കറിയാം, നമ്മളുടെ രാജ്യത്ത് ഇന്ന് ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഭാരതീയ ജനതാ പാർട്ടി, നമ്മുടെ കേരളം ഭരിക്കുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടി, മാർക്സിസ്റ്റ്, എല്ലാവരും സമൂഹത്തിൻ്റെ രക്ഷയ്ക്ക് വേണ്ടിയിട്ടാണ് പ്രവർത്തനങ്ങളൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. 16 വർഷം പാർട്ടിയിൽ നിന്നും മാറ്റി നിർത്തി ഇതിനിടയിൽ പല രാഷ്ട്രീയ പാർട്ടികളിലേക്കും ക്ഷണം ലഭിച്ചുവെന്ന് മറുപടി പ്രസംഗത്തിൽ ശ്രീശൻ അടിയാട്ട് പറഞ്ഞു. എന്റെ പ്രസ്ഥാനത്തിൽ എനിക്ക് പ്രവർത്തിക്കാൻ അവസരം ലഭിക്കണമെന്നാണ് എന്റെ ആവശ്യം. സംസ്ഥാന പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖർ ചുമതലയേറ്റപ്പോൾ ഒപ്പം ടീമിലുണ്ടാവണമെന്ന് പറഞ്ഞു. പിന്നീട് ആ ടീമിൽ താനുണ്ടായില്ലെന്നും ശ്രീശൻ അടിയാട്ട് പറഞ്ഞു. ഇത്തരം സാഹചര്യത്തിലാണ് സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നതെന്നും ശ്രീശൻ അടിയാട്ട് കൂട്ടിച്ചേർത്തു. പ്രവർത്തകരിരിക്കുന്ന സദസ്സാണ് എൻ്റെ ആദരണീയ സദസ്സ്. അതുകൊണ്ട് ഇത്രയും പേര് ഇവിടെ വന്നുകൂടിയത് ശ്രീശൻ എന്ന വ്യക്തിയോടുള്ള ആത്മബന്ധം കൊണ്ട് മാത്രമാണ്. അതെനിക്ക് നല്ലപോലെ അറിയാം. ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെയോ വേറെ ഏതെങ്കിലും ഒരു സംഘടനയുടെയോ പിൻബലത്തിലല്ല ഇത്രയും പേര് ഇവിടെ വന്നു ചേർന്നിരിക്കുന്നത്. നമുക്കറിയാം, ഈ ടൗൺ ഹാൾ നിറയണമെങ്കിൽ ചുരുങ്ങിയത് 1000 പേരെങ്കിലും ചുരുങ്ങിയത് വരണം. അപ്പോൾ ഏകദേശം ടൗൺ ഹാള് നിറഞ്ഞു എന്നില്ലെങ്കിലും അപ്പോൾ അതിനടുത്ത പ്രവർത്തകരോട് എത്തിച്ചേർന്നിരിക്കുന്നു എന്നുള്ളതിൽ വളരെ വളരെ സന്തോഷമുണ്ട്. കാരണം ഒരു മഹാപ്രസ്ഥാനത്തിൽ പ്രവർത്തിച്ചിരുന്ന പ്രവർത്തകർ, ഇപ്പോഴും പ്രവർത്തിക്കുന്ന പ്രവർത്തകരാണ് എൻ്റെ മുന്നിലിരിക്കുന്നവരും. പ്രതിഷേധം നിങ്ങൾ മനസ്സിലാക്കണം.
CPM പോകണമെന്നോ കോൺഗ്രസ്സിൽ പോകണമെന്നോ പറഞ്ഞിട്ടുള്ള പ്രതിഷേധമല്ല. എൻ്റെ പ്രസ്ഥാനത്തിൽ എനിക്ക് പ്രവർത്തിക്കാനുള്ള സ്വാതന്ത്ര്യം വേണം. ഇതാണ് നമ്മുടെ ഡിമാൻഡായിരുന്നത്. അതിനു വേണ്ടിയിട്ടാണ് നമ്മുടെ പ്രതിഷേധം. അത് ഒരു പറ്റം എന്താ പറയുക, സ്ഥാനമോഹികളെന്നോ പാരസൈറ്റ്സ് എന്ന് പറയും, ഇത്തിക്കണ്ണികൾ പോലത്തെ ആൾക്കാർ ഇതിൻ്റെ ആനുകൂല്യങ്ങൾ പറ്റി അവിടെ അള്ളിപ്പിടിച്ചിരിക്കുന്നവർക്ക് നമ്മളെപ്പോലുള്ളവരുടെ ആ വരവ് സ്വീകാര്യമല്ലായിരിക്കാം, എന്തെങ്കിലും വിഷമങ്ങൾ ഉണ്ടാവായിരിക്കാം. അതുകൊണ്ട് ഉള്ളതോ ഇല്ലാത്തതോ ആയ കാരണം പറഞ്ഞ് നമ്മളെ പടിക്ക് പുറത്ത് നിർത്തുക എന്നുള്ളത് അവരുടെ ആവശ്യമാണ്. എന്താണ് ഇപ്പം ഈ അവസാന നിമിഷത്തിൽ ഞാൻ നിങ്ങളോട് പറഞ്ഞ, അവസാനം രാജീവ് ചന്ദ്രശേഖർ പ്രസിഡൻ്റായി വന്ന സമയത്ത് എനിക്ക് പ്രതീക്ഷകളുണ്ടായിരുന്നു. ആ പ്രതീക്ഷകൾ വെച്ചിട്ട് അദ്ദേഹം എന്നെ വിളിക്കുകയും ഞാൻ കാണാൻ പോവുകയും ചെയ്തു. അദ്ദേഹം പറഞ്ഞു, ഞാൻ ഒരിക്കൽ പറഞ്ഞതാണ്, എൻ്റെ കൂടെ ഉണ്ടാവണമെന്ന് പറഞ്ഞു, ഞാൻ ഉണ്ടാവാമെന്ന് പറഞ്ഞു. അങ്ങനെ എൻ്റെ ടീമിൽ ഉണ്ടാവണമെന്ന് പറഞ്ഞു. അതിൻ്റെ അർത്ഥം അറിയാലോ, ആ ടീമിൽ ഞാൻ ഉണ്ടാവാമെന്ന് പറഞ്ഞു. അദ്ദേഹം അതിന് തയ്യാറായിരുന്നു. പിന്നെ അറിഞ്ഞു ആ ടീമിൽ ഞാൻ ഇല്ല. കാരണം വെച്ചാൽ ഞാൻ ആ ടീമിൽ വന്നാൽ ചുക്കിനും ചുണ്ണാമ്പിനും കൊള്ളാത്ത ചില ആൾക്കാർക്ക് അവരുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ ബുദ്ധിമുട്ടുണ്ടാവും. അതായിരിക്കും. BJS സംസ്ഥാന പ്രസിഡന്റ് ബിനു, LJP ജില്ലാ പ്രസിഡന്റ് ബൈജു, അഡ്വക്കേറ്റ് ശ്രീജ അനിയൻ പാണഞ്ചേരി, PA വേലായുധൻ, കുട്ടൻ കല്ലാട്ട്, രത്നവല്ലിയമ്മ, രാജശേഖരൻ, ദീപ എന്നിവർ പ്രസംഗിച്ചു. തൃശൂർ ടൗൺ ഹാളിൽ വെച്ച് നടന്ന തെരഞ്ഞെടുപ്പ് കൺവെൻഷനിൽ സ്ത്രീകളടക്കം നിരവധി പേർ പങ്കെടുത്തു. ചുരുങ്ങിയ ചിലവിൽ വീട്ടുമുറ്റത്തൊരു വിളക്ക്, വൈദ്യുതി വേണ്ട, ബാറ്ററി വേണ്ട, പൂർണ്ണമായും സോളാറിൽ പ്രവർത്തിക്കുന്ന ലൈറ്റുകൾ നിങ്ങളുടെ വീടുകളിലോ സ്ഥാപനങ്ങളിലോ എവിടെയായാലും സ്ഥാപിച്ചു കൊടുക്കുന്നു. ഹാർഡോൾ സോളാർ ലൈറ്റ്സ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കേണ്ട നമ്പർ 9447 132148. കൂടുതൽ വാർത്തകൾക്ക് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഫേസ്ബുക്ക് ഫോളോ അപ്പ് ചെയ്യുക. വാർത്തകൾ വേഗത്തിലറിയാൻ എനി ടൈം ന്യൂസ്.